ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ബാക്കിയുള്ള ട്രിപ്പിൻ്റെ വിശേഷം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അച്ഛൻ, അമ്മ, ചേട്ടൻ്റെ കൂടെ ഇന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ്. 12 മണിക്കാണ് ഇവിടുത്തെ ടാക്സി വരിക. അപ്പോൾ എല്ലാ പെട്ടികളും പാക്കിംഗ് ഒക്കെ എല്ലാം അവരെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സൂട്ട് കേസിൽ കുറച്ച് സ്ഥലത്തും കൂടെ കുറച്ച് സാധനങ്ങൾ വയ്ക്കാനുണ്ട്. ഏട്ടൻ്റെ മോൻ്റെ 2 ഡ്രസ്സുകളും നമ്മുടെ കുറച്ച് തുണികളും കൂടെ, ബാക്കി എല്ലാ പെട്ടികളും ഫുള്ളാണ്. അപ്പോൾ ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നെക്സ്റ്റ് വേറെ ഒരു പരിപാടികളൊന്നുമില്ല. ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവർ പുറത്താണ് കഴിക്കുന്നത്. 12 മണിക്ക് ഇപ്പോൾ ടാക്സി വരുമല്ലോ, അപ്പോൾ അത് കാരണം ഇവർ ഫുഡ് പുറത്താണ് കഴിക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു ഓറഞ്ച് കളറിലൊരു റിബൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എല്ലാ പെട്ടികളിലും അവൻ ഇങ്ങനെ ഒരു അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ദൂരത്തുനിന്നായാലും കളർ സെയിം ആണെങ്കിലും പെട്ടികൾ സൂട്ട് കേസിൻ്റെയൊക്കെ കളർ സെയിം ആണെങ്കിലും പക്ഷേ റിബൺ കണ്ട് എടുക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ അവൻ അത് ചെയ്തു. അതിന് ശേഷം അവൻ യാത്രയുടെയൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാവരുടെ അടുത്തും അവിടെ ഇറങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുത്തു വെച്ചു. ജസ്റ്റ് എന്താണ് 1-2 അല്ലല്ലോ, 2 പ്രായക്കാരും ഉണ്ട്. കുറച്ച് കൂടുതലും കുറച്ച് എന്നുള്ള രീതിക്ക് പെട്ടികളും കുറച്ച് കൂടുതലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചേട്ടൻ്റെ ഒരു ഇതിലാണ്. അവന് ടെൻഷനുണ്ട്. എന്താ പറയുക, അമ്മയ്ക്ക് കാലിന് ഇത്തിരി സ്ലോ ആണ് നടത്തത്തിലും. പെട്ടെന്ന് ഈ വീഴാൻ പോകുന്ന ഒരു ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം. അമ്മ ഒരടി പതുക്കെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബെൽറ്റ് ചെരുപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി കാറ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഷോപ്പ് വല്യമ്മയും അമ്മയുടെ ടെൻഷൻ കണ്ടിട്ട് പറയുന്നുണ്ട്, നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കാനൊന്നുമില്ല, കുറേ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം മറ്റേ ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു, നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടാവുമല്ലോ, ഫാമിലി ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കുന്ന ഇത് നടക്കുകയായിരുന്നു. ആ ഒരു ചടങ്ങിലാണ് എല്ലാവരും. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇന്നോവയായിരുന്നു. എന്താണ് ലഗേജ് അത്രയും ഉള്ളത് കൊണ്ട് ഇന്നോവയാണ് നല്ലതെന്ന് തോന്നി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവിടുത്തെ വീട്ടിലത്തെ കാറിനെ എടുക്കായിരുന്നു. പക്ഷേ ലഗേജ് ഒത്തിരി ഉള്ളത് കൊണ്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ വന്നു. മറ്റേ നമ്മുടെ അടുത്തുള്ള പുളിങ്കൂട്ടം, നമ്മുടെ ഷോപ്പിൻ്റെ ഭാഗത്തുള്ള കാർ തന്നെ, അവിടുത്തെ ഒരു വണ്ടിയായിരുന്നു. ഡ്രൈവറും അവിടുത്തെയാണ് കേട്ടോ. നമ്മളെയൊക്കെ അറിയാം, നമുക്ക് ആളെ നന്നേ അറിയാം. അപ്പോൾ പിന്നെ ലഗേജൊക്കെ കയറ്റി വയ്ക്കാനുള്ള കാര്യത്തിലോട്ട് കടന്നു. ചേട്ടനും ഹസ്ബൻഡും 2 ചേട്ടന്മാരും കൂടി ചേർന്നിട്ട് തന്നെ എടുത്തു വെച്ചു. നല്ല വെയിറ്റ് ഉണ്ട്, ഓരോരോ പെട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ കുറച്ച് വേണ്ടതൊക്കെ വീട്ടിലത്തെ അടുക്കള സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കുക്കറടക്കം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പാക്കിങ് എല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഒക്കെ സേഫായിട്ട് നല്ല പാക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞു. അതുതന്നെ നമുക്ക് ഒരു 15-20 മിനിറ്റ് ഉണ്ടായിരുന്നു ഒന്നൊന്നും സൈസ് അനുസരിച്ച് വെക്കാനായിട്ട്. അപ്പോൾ എല്ലാം എടുത്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് പ്രാർത്ഥന.
ഇതാണ് ഞങ്ങളുടെ കുടുംബം.